സിക്കിമിലെ സമർന്ന് തുരങ്കത്തിലുണ്ടായ ദാരുണമായ മണ്ണിടിച്ചിലിൽ 8 പേർക്ക് ജീവൻ നഷ്ടമായി. തിങ്കളാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് ടീസ്ത ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതിയുടെ ഭാഗമായി നടന്നുവരുന്ന തുരങ്ക നിർമ്മാണത്തിനിടെ അപകടം സംഭവിച്ചത്. സംഭവസ്ഥലത്തുനിന്ന് 12 പേരെ സുരക്ഷിതമായി പുറത്തെത്തിക്കാൻ രക്ഷാപ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഏകദേശം 18ഓളം തൊഴിലാളികൾ ഇപ്പോഴും തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് അധികൃതർ നൽകുന്ന വിവരം. പട്ടേൽ എഞ്ചിനീയറിംഗ് കമ്പനിക്കാണ് നിർമ്മാണ ചുമതലയുള്ളത്. തുരങ്കത്തിന്റെ പ്രവേശന കവാടം പൂർണ്ണമായും മണ്ണിടിഞ്ഞ് അടഞ്ഞുപോയത് രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമാക്കിയിരിക്കുകയാണ്. ഇതിനു പുറമെ തുരങ്കത്തിനുള്ളിൽ മീഥേൻ വാതകത്തിന്റെ സാന്നിധ്യം ഉയർന്നതും രക്ഷാപ്രവർത്തകർക്ക് കനത്ത വെല്ലുവിളിയാണ്. ഉള്ളിലേക്ക് പ്രവേശിച്ച ഉദ്യോഗസ്ഥർക്ക് ശ്വാസതടസ്സം അനുഭവപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ദേശീയ ദുരന്തനിവാരണ സേന അടക്കമുള്ള സംഘങ്ങൾ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നു. സംഭവസമയത്ത് തുരങ്കത്തിനുള്ളിൽ നിന്ന് വലിയ സ്ഫോടന ശബ്ദം കേട്ടതായി ദൃക്സാക്ഷികൾ പറയുന്നു. കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്തുന്നതിനായുള്ള ശ്രമങ്ങൾ ചൊവ്വാഴ്ച രാവിലെയും ഊർജിതമായി തുടരുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.